തൃശൂർ മണലിപ്പുഴയിലെ മാലിന്യ പ്രശ്നം അതീവ ഗുരുതരമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മണലിപ്പുഴ സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയെങ്കിലും യാതൊരു നടപടികളും എടുത്തില്ലെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികൾ ആരോപിച്ചു. മണലിപ്പുഴയുടെ തീരത്തുള്ള 200-ലധികം കിണറുകളിലെ ജലമാണ് പരിശോധിച്ചത്. ഇതിൽ 178 കിണറുകളും ഗുരുതരമായ മാലിന്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തി. കക്കൂസ് മാലിന്യങ്ങൾക്ക് പുറമെ ആശുപത്രി, വർക്ക്ഷോപ്പ് മാലിന്യങ്ങളും പുഴയിലേക്ക് ഒഴുകിയെത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തലോർ കായൽ പാടശേഖരം വളരെ വിസ്താരമുള്ള ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പാടശേഖരമാണ്. ആ പാടശേഖരം ഇന്ന് നമ്മൾ ബൈപ്പാസ് എന്നൊക്കെ പറയണം. അപ്പൊ ആ പാടശേഖരത്തിന്റെ ഇരുകരയിലും വൻതോതിലുള്ള മാലിന്യ നിക്ഷേപം, പ്രത്യേകിച്ചും സെപ്റ്റേജിലെ കക്കൂസ് മാലിന്യം മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുക ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള സെപ്റ്റേജ് കൊണ്ട് തള്ളുന്നതായിട്ട് നമുക്ക് നേരിൽ കാണാനായിട്ട് പറ്റും. തലോർ കായൽ പാടം കേന്ദ്രീകരിച്ചാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇതിനു പുറമെ ഇഷ്ടിക നിർമ്മാണത്തിനായി കളിമണ്ണെടുത്ത വൻകുഴികളും മാലിന്യ സംഭരണ കേന്ദ്രങ്ങളായി മാറുന്നു. മഴ കനക്കുന്നതോടെ എല്ലാം കൈത്തോടുകൾ വഴി പുഴയിലേക്ക് എത്തുകയാണ് പതിവ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമർപ്പിച്ച റിപ്പോർട്ടിൽ യാതൊരു നടപടിയും ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ എടുക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. റിപ്പോർട്ടർ, തൃശൂർ.